അപ്പൊ ശരി എന്നാ അപ്പൊ ശരിടാ നമ്മുടെ ഇന്നത്തെ യാത്ര ഇപ്പോൾ എല്ലാ വണ്ടിയും ദൂരല്ലേ, ഹെഡ്ലൈറ്റ് ഓൺ ആയിരിക്കും. ചെറുതായിട്ട് ഞങ്ങൾ ഷോപ്പിംഗ് എല്ലാം കഴിഞ്ഞ് വീണ്ടും പോവുകയാണ് കേട്ടോ. ഏകദേശം 1 മണിക്കൂർ 44 മിനിറ്റ് ഇനിയുണ്ട്. ഇത് കഴിഞ്ഞോ? എടാ ഇത് ഓഫാക്കാം. പാർക്കിംഗ് കിട്ടിയപ്പോ ചവിട്ടിയതാ. അയ്യോ, കാപ്പിക്ക് നടക്കണം, വണ്ടിയിൽ വരികയല്ലോ. ഓടല്ലേ ട്ടാ. ആ എല്ലാവരും ഉണ്ട്. അങ്ങനെ നമ്മളെ യാത്രയ്ക്ക് ശേഷം ഇവിടെ എത്തി കേട്ടോ. കിങ് ജോൺ അവന്യൂ, പിള്ളാച്ചൻ്റെ വീട്ടില് നമുക്ക് ഷൈബ് മാമന്
പരിചയപ്പെടാം. ഹലോ. അയ്യോ, ഇങ്ങോട്ട് വരാൻ വേണ്ടി അറിയുമോ? നീ വന്നേടാ, നീ വന്നേടാ. എന്തുണ്ട്?
മാത്രമേ ഉള്ളൂ. അമ്മ കേട്ടോ. ഫോട്ടോ കണ്ടിട്ടുണ്ടല്ലോ. ആശാൻ കേക്ക് മുറിക്കാം. ഇതാണ് ശരത്തേട്ടൻ. അതാണ് ശാപിച്ചേട്ടൻ. ഇത് അതില്ല. ആ അത് കയറി അത് ചേച്ചി. ഇത് രണ്ടുപേരാണ് ആദ്യം വന്നത്. ആ ഇത് രണ്ട് ഇതും പിന്നെ എന്റെ മക്കള്. ഞങ്ങൾ അവിടെ നിന്ന് വന്നിട്ട് 1.5 വർഷം അല്ലേ? 1 വർഷത്തെ അത്രേ ഉള്ളൂ. 1 വർഷം കഴിഞ്ഞു. ആ ഞങ്ങള് മാറി മാറി ഒന്നും പറയണ്ട. ഇതാണ് ഞങ്ങൾ അങ്ങോട്ട് ഇങ്ങോട്ടും കൂടെ ഓടിച്ചത് ഒറ്റ ദിവസം തന്നെ. നമ്മളെ മൈൻഡില്ലല്ലോ. ലൈവില് പോവാ. പിടിച്ചോ പിടിച്ചോ. പൂജാ സെറ്റ് ഏതാ അപ്പുറത്തെ അല്ലല്ല ഇതിനകത്ത് കുറച്ച് സാധനമുണ്ട്. ആ
അപ്പുറത്ത് ഇവിടെ ഉണ്ട്, ഇവിടെ എല്ലാവരുടെ വീട്ടിലുണ്ട്. ഇവിടെ എല്ലാ വീട്ടിലുണ്ട്. ഇടത്തുണ്ട്. അത് മതി, എനിക്ക് ഇച്ചിരി മതി. കേട്ടോ അപ്പൊ ഒരു 5 മിനിറ്റത്തെ കേസ് ഉണ്ടല്ലോ. ആ കണർ വീടില്ലേ അല്ലേ? അത് ഇതിന് പോയാലോ? ഇവിടത്തേക്ക് കൊള്ളുമല്ലോ, ഇഷ്ടംപോലെ പുറകെ സ്ഥലമുണ്ടോ? പിന്നെ ആണല്ലേ? ഈ വണ്ടി ഇട്ടിട്ട് പോകാനാണ്. അല്ലെ അതുകൊണ്ട് പോവാം. ഫോട്ടോ വീട്ടു താമസമൊക്കെ മാറിയിട്ട് ലോഡിക്കാൻ അൺലോഡിക്ക് കഴിച്ചിട്ട് തിരിച്ചു കൊടുക്കും. ഇന്ന് പോണം, 1 മണിക്കൂറിനുള്ളിൽ പോണം തിരിച്ച്. അല്ല നമ്മളെങ്ങനെ എല്ലാവരും ഫോട്ടോ എടുക്കുന്നത്? ഈ സാധനം എടുത്ത് ഈ കാറ് പുറകോട്ട് വണ്ടി പുറത്തുള്ള ഫോട്ടോ നമ്മുടെ വണ്ടി മാത്രം അല്ല, അത് കുറച്ച് പൊറോട്ട പോരെ, പൊറോട്ട എടുക്കും അങ്ങോട്ട് ഇടിക്കൊന്നുമില്ല. ആ ഇത് മതി, ഇങ്ങനെ ഇവിടെ ഇവിടെ കട്ട് ചെയ്തോളാം. ഓക്കെ അല്ലേ? ഓക്കെ. പറഞ്ഞോ. ആ നമ്മള് ശരത്തേലാന്റെ വീടിന്റെ ഉള്ളിലേക്ക് കയറി കേട്ടോ. ചേട്ടൻ തന്നെ നമുക്ക് പറഞ്ഞു എന്തൊക്കെയാണ് എവിടെയൊക്കെയാണ് സെറ്റപ്പ് ചെയ്തേക്കുന്നത്. വെൽക്കം ചെയ്യാനായിട്ട് നമ്മുടെ ജോണി മോന്റെ അയ്യോ ചെലപ്പം കൊടുക്കല്ലേ. വാ, കയറി വരുമ്പോ തന്നെ നമുക്ക് മമ്മിയെ കാണാം. അമ്മയെ കാണാം. അമ്മ ഇവിടെ ഉണ്ട്. നേരെ വരും നമ്മുടെ അടുക്കളയിലാട്ടോ സെറ്റപ്പ്. അങ്ങോട്ട് ആ അത് നമുക്ക് എടുക്കാം. ഇത്രയും വിശാലമായ അടുക്കള നമ്മൾ കാണുന്നത്. പിന്നെ അടിപൊളി സൂപ്പർ വീട്. ഇവിടുന്ന് ഫസ്റ്റ് എൻട്രി നമ്മൾ ചെറിയൊരു ഹാള് TV, പൂജാമുറിന്റെ സെറ്റപ്പ് വേണ്ട. ഇങ്ങനെ നമുക്ക് കാണാം. കൃഷ്ണനൊക്കെ ഒരു തളങ്ങും അവിടെ ഇരുന്നു. ആ സെറ്റപ്പ്. ആ ചേട്ടൻ ലൈറ്റ് പ്രത്യേകിച്ച് പറയണ ലൈറ്റ് കേട്ടോ. നല്ല LED ലൈറ്റ്, നല്ല ഭയങ്കര നല്ല ഡിസൈൻ കേട്ടോ ലൈറ്റ്. നമ്മൾ അടുക്കളയിൽ നിന്ന് കിച്ചൺ നമ്മൾ ഇങ്ങോട്ട് വരുന്നത് നേരെ ഹാളിൽ നമ്മളെല്ലാ ടീമും കഴിക്കും കേട്ടോ. ആ ലോഞ്ച് ഡൈനിങ് നമ്മുടെ ഫ്രിഡ്ജെല്ലാം വെച്ചിട്ടുണ്ട്. എല്ലാവരും ഫുഡ് കഴിക്കാൻ തിരക്കിലാണ്. അവിടെ ഒരു ടേബിളിൻ്റെ സെറ്റപ്പ് ഒക്കെ ഉണ്ട് കേട്ടോ. ഇത് റിക്ലൈനറാണ്. ഇലക്ട്രിക് ആരോ അതെല്ലാം പൊങ്ങോ അങ്ങോട്ട്. അടുക്കളയിൽ നേരെ മുന്നോട്ട് നടന്നു വരുമ്പോൾ നമുക്ക് ഇവിടെ ചെറിയൊരു ടോയ്ലറ്റ് ഫെസിലിറ്റി ടോയ്ലറ്റ് ഉണ്ട്. ചെറിയൊരു ടോയ്ലറ്റ് ഉണ്ട് അവിടെ. നേരെ ഇവിടെ എന്താ പറയാ, ബെഡ്റൂം അല്ലേ? അറേഞ്ച് ചെയ്തിട്ടില്ല. ആ ചെറിയൊരു ബെഡ്റൂം. നല്ല അത്യാവശ്യം അടിപൊളി സെറ്റപ്പ്. സെറ്റ് ചെയ്തോണ്ടിരിക്കുന്നേ ഉള്ളൂ. ഇത് ഷവർ റൂമാണ്. ഇത് ഷവർ റൂം അല്ലേ? ആ ഇതൊരു ചെറിയ ഷവർ റൂമാണ് കേട്ടോ. ഷവർ റൂം ആക്കണം. അത് അതിന്റെ അകത്ത് ഫുള്ള് സാധനങ്ങൾ കയറ്റി വെച്ചിരിക്കും. ഓക്കെ. താഴത്തെ സെറ്റപ്പ് താഴത്തെ സെറ്റപ്പ് എല്ലാം എത്രയാണ് കേട്ടോ. നമ്മളൊന്ന് മുകളിലേക്ക് പോവാണേ. മുകളിലേക്ക് സ്റ്റെപ്പ് കയറി പോട്ടെ. മുകളിലേക്ക് നമ്മൾ സ്റ്റെപ്പ് കയറി ചെല്ലുമ്പോൾ ഫസ്റ്റ് നമ്മൾ ചെല്ലുന്നത്
മാസ്റ്റർ ബെഡ്റൂമിലേക്കാണ് കേട്ടോ. ഈ കാണാനാണ് മാസ്റ്റർ ബെഡ്റൂം. ഫുൾ സെറ്റപ്പ്, കബോർഡും കാര്യങ്ങളെല്ലാം. നല്ല അടിപൊളി ഒരു വിൻഡോ. ഫ്രണ്ട് വ്യൂവിൽ നമ്മുടെ വണ്ടി കിടക്കുന്നു, വാനോട് കിടക്കുന്നു. ഇത്രയും ആ സ്പേസ് ഒന്നുമില്ല, ഇത്രയും സ്പേസ് ഉണ്ട് കേട്ടോ. നമുക്ക് പാർക്കിങ്ങിന് കൊള്ളാം, അടിപൊളി. ഇവിടെ കർട്ടനൊക്കെ വരൂലേ? ഓക്കെ. മാസ്റ്റർ ബെഡ്റൂമാണ് കേട്ടോ. അയ്യോ വന്നോട്ടെ, കുഴപ്പമില്ല. പിന്നെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ നെക്സ്റ്റ് ബെഡ്റൂം. നമ്മുടെ നെക്സ്റ്റ് ബെഡ്റൂമാണ് കേട്ടോ. ഈ കാണുന്നതാണ് ബാക്കിയായിട്ട് വരുന്നത്. ആ കാണുന്ന അത്ര ഏരിയ അല്ലേ? ഇതാരാ? ആ പിന്നെ നേരെ വന്നു കഴിഞ്ഞാല് അടുത്ത ബെഡ്റൂം, നെക്സ്റ്റ് ബെഡ്റൂമാണ് കേട്ടോ. ഈ കാണുന്ന ഫ്രണ്ട് വ്യൂ വരുന്നതാണ് നമ്മുടെ പാർക്കിങ്ങിന്റെ അങ്ങോട്ട് വരുന്ന വ്യൂ വരുന്ന കേട്ടോ. എത്ര സെറ്റപ്പ്. അടുത്ത ബെഡ്റൂം വന്നിട്ട് കേട്ടോ. അടുത്ത ലൈബ്രറി റൂമാ? അടുത്ത പുതിയൊരു ലൈബ്രറി. ഇതൊരു ലൈബ്രറി സെറ്റപ്പാണ് കേട്ടോ. വേറൊരു വീട്ടിൽ നമ്മൾ കാണാത്ത ഒരു ലൈബ്രറി സെറ്റപ്പ് നമുക്ക് ഇവിടെ വന്ന് കാണാൻ സാധിക്കും. അതൊന്നും എടുക്കില്ല. കുറ്റവും ശിക്ഷയും പ്രാതിനിധ്യ കാറ്റ്, പല പല സംഭവങ്ങളും കേട്ടോ. പിന്നെ ഇത് ബാത്റൂം അല്ലേ? ചെറിയൊരു ബാത്റൂമാണ്. ഷവറും കാര്യങ്ങളൊക്കെ സെറ്റപ്പായിട്ട് ഒരു ബാത്റൂം. ഇവിടെയൊക്കെ ലൈറ്റുകൾ സെറ്റപ്പ്. പിന്നെ അപ്പുറം നമുക്ക് എന്താ കാണിക്കാൻ കേട്ടോ. ബാക്കിയാടില്ല. അവിടെ അങ്ങോട്ട് എങ്ങനെ ഇറങ്ങുന്നേ? ഇങ്ങ് വാ. ഇങ്ങനെ ഇറങ്ങാല്ലേ? നമ്മുടെ സ്റ്റോറേജ് സ്പേസ് അല്ലേ? അതൊരു അടുത്ത സ്റ്റോറേജ് സ്പേസ്. അല്ല, സ്റ്റോറേജ് അല്ല, അത് ഔട്ട് ഹൗസാ. അതിനകത്തൊരു ഹീറ്ററും കാര്യങ്ങളും സെറ്റപ്പുകളും വൈകുന്നേരം വേണേൽ പോയി അടിക്കാനൊക്കെ ആയിട്ടുള്ള സെറ്റപ്പ് ഉണ്ടാക്കി വെച്ചിരിക്കും. അതെന്താ ശരിക്കും അവർ ചെയ്യുന്നത്? അങ്ങനെ എല്ലാ വീട്ടിലും ഉണ്ടാവുമല്ലോ. എല്ലാ വീട്ടിലും UK പ്രത്യേകിച്ച് കാര്യമൊന്നും ഉണ്ടാകത്തില്ല. നമുക്ക് പ്രത്യേകിച്ച് സെറ്റപ്പ് ഒന്നുമില്ല. ഇവർക്ക് ഒരു ഈ കാണുന്നതാണ് വീടിന്റെ ബാക്ക് യാർഡ്. നമ്മുടെ ഈ സ്റ്റൗ സാധനങ്ങളൊക്കെ ഇവിടെ ഉണ്ടായിരുന്ന നമ്മൾ വാങ്ങിച്ച ആണോ? ഒരുപാട് സെറ്റപ്പുള്ള സ്റ്റൗ ആണ്. ബൈക്കിന് ആളൊന്നും കൊടുക്കത്തില്ല. ഞാനേ പാടുന്നില്ല. സോംബി എന്റെ കുഞ്ഞെ എന്ത് പണി
അടുത്തതായി ലെസ്റ്റർ ശ്രമിച്ചിരിക്കുന്നു. സൂപ്പർ ഹിറ്റ് ഗാനങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഏതാനും നിമിഷങ്ങൾക്കകം ഒരു പ്രശസ്ത കവിയും കവിതാവായി ഇരിക്കുന്ന ആള് അദ്ദേഹം രണ്ടുപേരും കവിത നിങ്ങൾ ആരും ചോദിച്ചിരുന്നു പാടാവോ? അദ്ദേഹത്തിന്റെ ചിറകൊടിഞ്ഞ കിടാവോ? ഇതൊക്കെ ഉണ്ട്. കൊട്ട ചങ്ങല പൊട്ടി തൂങ്ങി വാനത്തമ്പല ഇന്നും പൊങ്ങി ആ വട്ടക്കില്ല അവിടുത്തെ രാജ്യം പാട് പോയി പെടുത്തോട് കേട്ടോ ഇത് ഇല്ലല്ല കുഴപ്പമില്ല. കാറ്റിനാടും
പാട് പാട്. അല്ല സച്ചി വേണ്ട അങ്ങോട്ട് അമ്മ എല്ലാവരും എന്താ പറയാ കണ്ടോ. കൊടുക്ക കടിക്ക് കടിക്ക് വല്ല കാര്യം ഉണ്ടായിരുന്നു. എന്റെ കെട്ടിയാണ് ഇത് ഇപ്പൊ കഥ വായിക്കുന്ന ഇപ്പൊ പഠിക്കുന്നത് ഇപ്പൊ കഥ വായിക്കുന്നത് എന്താടാ കഥ വായിക്കണം. ഞാനല്ല ഞാൻ അറിയൂല. നിലമൊക്കെ തല്ലി പൊളിക്കുന്നു. പഞ്ചവർണ്ണക്കിളി പാടാതകന്നതും നിന്നെ തിരഞ്ഞതാ അത്തിമരച്ചുട്ടിലെന്നും നിനക്കായി കാത്തിരിക്കുന്നതും ജീർണിച്ചൊരോർമ്മയാ അത്തിമരച്ചുട്ടിലെന്നും നിനക്കായി കാത്തിരിക്കുന്നതും ജീവനോർമ്മയിൽ ജീവന്റെ ബാക്കിയാ മിഴുനീർക്കണങ്ങൾ മാറവേ നീയെന്നൊരോർമ്മയിൽ ജീവന്റെ ബാക്കിയാ മിഴുനീർക്കണങ്ങൾ നീരുറവയായി മാറവേ വെള്ളിക്കൊലുസിൻ കിലുക്കം നിലച്ചതും വെണ്മേഘശകലങ്ങൾ നീയായി വിരിഞ്ഞതും വെള്ളിക്കൊലുസിൻ കിലുക്കം നിലച്ചതും വെണ്മേഘശകലങ്ങൾ നീയായി വിരിഞ്ഞതും അന്തിക്കു വെച്ച വിളക്കുപോൽ നീ എന്റെ ഉള്ളിൽ തുടിക്കുന്ന ജീവനില്ലാളവേ അന്തിക്കു വെച്ച വിളക്കുപോൽ നീ എന്റെ ഉള്ളിൽ തുടിക്കുന്ന ജീവനില്ലാളവേ തെക്കേ പറമ്പിലെ മാവിന്റെ കുമ്പിന്മേൽ എന്തിനുമേ എന്നൊക്കെ കൊടുക്കാൻ പിന്നെ കഴിയാനും പിടിക്കാൻ നിൽക്കണ്ടല്ലോ.
Hello. My name's Edwin. Hello. നീ എന്തോ ചെയ്യും? ഞങ്ങൾ പോകും കേട്ടോ. നിങ്ങൾ വരുമ്പോൾ ഞങ്ങൾ പോകും. ബൈ ബൈ. എങ്ങോട്ട്? ഫ്രണ്ടിൽ കയറാം. അവിടെ 3 നടക്കാം. അമ്മ കയറിക്കോ. ആ ഇതും കൊണ്ടോ വഴിച്ചെലവിനാണ്. എല്ലാരോടും യാത്ര. മോനെ അതോ പോയി അപ്പൊ ശരി എന്നാ. അപ്പൊ ശരിയാണ്. അപ്പൊ അങ്ങ് വരുന്നില്ലല്ലോ. ഒരു ദിവസം അങ്ങ് ഇവരെന്നും പോക്കാം. ഇന്നിപ്പോ ഞങ്ങൾ എപ്പോഴും പോകുന്ന ആ തൊട്ടപ്പുറത്തെ ക്രിസ്ത്യോളവരല്ലേ പോകുന്നുള്ളൂ. ചോദിച്ചാലും ഞങ്ങൾ തൊട്ടപ്പുറത്ത് ഒരു ദിവസം ഞങ്ങൾ ഒരു വണ്ടി നോക്കാൻ പോയതാ കേട്ടോ. അന്നേരം എന്നോട് ജോണി മിണ്ടുന്നില്ല, കേട്ടോ. എന്നെ ഫ്രണ്ട് കെട്ടി ഇരുത്തി മിണ്ടുന്നില്ല. ജോണി ഒന്നും മിണ്ടുന്നില്ല. ജോണി ഒന്ന് കണ്ടു കളിക്കുന്നുണ്ട്. എനിക്ക് മനസ്സിലാവുന്നില്ല കേട്ടോ. ഞങ്ങൾ എന്തെങ്കിലും സംസാരിക്കുന്ന അറിയാൻ വേണ്ടി ഒരാൾ പമ്പി സീറ്റിന്റെ പുറകെ പമ്പി ഇരിക്കും കേട്ടോ. പകുതിക്ക് ബെസ്റ്റോൾ അവിടെ പകുതിക്ക് എത്താറായപ്പോൾ എങ്ങനെ പടം കൊണ്ട് തിരിച്ചപ്പോ കണ്ടല്ലേ. വണ്ടി നോക്കാൻ പോയതാ. പിന്നെ ന്യൂപോട്ടി പോയിട്ടോ. ന്യൂപോട്ടി പോയ അതല്ല, ഇവര് പോയി ഒരു വർഷം. അതന്നെ അവിടെ ശരത്തേട്ടനും ശരത്തേട്ടനും ഇവര് 3 പേരും കൂടെ പോയി. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോ 1 മണിക്കൂർ കഴിഞ്ഞപ്പോ ഞാൻ വിളിച്ചപ്പോട്ടെ ലണ്ടനില് ലണ്ടനിലൊക്കെ പോകും കേട്ടോ. നമുക്ക് കണ്ടില്ലേ ബീച്ചൊക്കെ കൊണ്ടുപോകും. കണ്ട് ഞാൻ ചുമ്മാ നടക്കും. വാ നമുക്ക് പോയിട്ടാ. എന്റെ ഞോണി നീ ഇതൊക്കെ യോണി കൊട്ടും താല്പര്യമില്ല കേട്ടോ. യോണി ജോലി മറിയാതെ വീടും സെറ്റപ്പ്. മെമ്മറി അല്ലേ? സച്ചുവിന്റെ ബർത്ത്ഡേ കട്ടണം. കാപ്പിയുണ്ടോ? കാപ്പിപ്പൊടി ഉണ്ടോ? തേയില ഉള്ളോ? കാപ്പിപ്പൊടി ഉണ്ടോ? ഞാൻ ചായ എടുത്തിട്ടുണ്ട്. ഇല്ല, ചായ എടുത്തിട്ടുണ്ട്. ഉലുവയോ? നമുക്ക് ഇറങ്ങാം. ഞാൻ ലാലേട്ടനോട് പോകണം. ഞങ്ങളുടെ നാട്ടിലേക്ക് ഇറങ്ങാട്ടോ. ഞാൻ വന്നിട്ടുണ്ട് 2 ദിവസം വന്നു. അടിവാരത്ത് കണ്ടിട്ടില്ലല്ലോ. വേറെ നേരം ചാടാൻ ഭയ നേടാതേ ഉള്ളൂ. ഈ 3-4 പേരുടെ പേര് ഈ പള്ളി അറിയാലോ? കത്തീഡ്രൽ പള്ളിയാ? കത്തീഡ്രൽ പള്ളിയാണോ? താമരശ്ശേരിയിലുള്ള പള്ളിയാണത്. കൂടരഞ്ഞി പള്ളി. കൂടരഞ്ഞി പള്ളി ഇവിടെ
പോയോ ഇതല്ലേ നാ ആ ഒന്നും വേണ്ട ഇങ്ങടാ. ചോദിക്കേ നാ ലുക്കാ നാ ഹൈ ഇതാ ഒന്നും കൊച്ചിന് കാറ് ഇത് ഇഷ്ടപ്പെട്ടില്ലേ പാവയൊന്നും ഇഷ്ടമല്ല. 50 രൂപ. ഇതേ പാവന പോയി കാറ് ലോറി ബസ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ കൊടുക്ക്. എന്നാ ഷർട്ടിന്റെ പട്ടികത്തിൽ കാണാൻ പ്രസ് അതെടുത്ത് കൊടുത്തേ എവിടെ ഫ്രണ്ടിൽ വെച്ചേക്കുന്ന ഒത്തിച്ചേക്കുന്ന പറഞ്ഞിങ്ങോട്ട് പറിച്ചു കൊടുക്കണേ ആ എന്നാ കൊണ്ടുവന്നാ മറ്റേ കാർ ഒട്ടിച്ച് വെച്ചേക്കുന്നു. ആ ഇവിടെ ഇവിടെ പുറകോട്ട് ഒരു കോട്ടയുടെ കൂടുതലുണ്ടെന്ന് പറഞ്ഞാൽ അത് നമുക്ക് പിന്നെ മെയിൻ്റനൻസ് എന്തിനാണ് അവിടെ ഓടി ചെന്നിട്ട് എന്തെടുക്കണം മനുഷ്യന്മാരുടെ ഒരു കാര്യം നോക്കണേ. അതെ 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 അമ്മേ എനിക്കറിയില്ല അവരോട് വെച്ചോക്ക്. മമ്മിക്ക് സെൻഡ് ചെയ്യാം. മമ്മിക്ക് വിഷമായി, എനിക്കറിയാം. മമ്മിക്ക് വിഷമായി, എന്തിനാ? മമ്മിക്ക് വിഷമായി. അങ്ങനെ എന്താണ് പറയുന്നത് അറിയുന്ന ആളല്ല ഞാൻ. ഇവിടെ ബീച്ചിലൊക്കെ പോയിട്ട് നമുക്ക് ഒന്ന് കളിക്കാം. നാളെ പോകാം. ചുമ്മാ ഇത് വെറുതെ അല്ലെന്ന് ഇവിടെ ഒന്ന് ഈ പറഞ്ഞ വെറുതെ കേട്ടോ ബീച്ച് കൊണ്ടുവന്ന് ഈ മഞ്ഞ ഐസ് വീണതാണ്. അല്ല ചേട്ടൻ ഞാൻ കലമാമാനെ ഒന്ന് പാടുവാണെങ്കിൽ ഞങ്ങളൊക്കെ പോയേക്കായിരുന്നു. അമ്മേനല്ലേ എന്നെ ഡാൻസ് കളിക്കുന്നു പറഞ്ഞതാ. അതെന്തായാലും കളിച്ചായിരുന്നു 2 സ്റ്റെപ്പ്. ആ എപ്പോ അങ്ങനല്ല. ഇന്നലെ അമ്മ പറഞ്ഞില്ലേ എന്നാ എന്നെ ലാലേട്ടന് ജോലി കിടന്ന് പറഞ്ഞേ ഓ ഇവിടെ വന്ന് കളിച്ചല്ലേ അല്ലല്ല അവിടുന്ന് ഞാൻ സ്റ്റെപ്പ് കാണിക്കാന്ന് പറഞ്ഞു. ഞാൻ കാണിച്ചാൽ രണ്ടുപേര് തല ഇങ്ങനെ അകത്ത സ്റ്റെപ്പ് ആയിരിക്കും. അല്ലല്ല കാലിന്റെ മന്ദിര കാലിന്റെ കാണിച്ചല്ലേ കൂടാ പോയി ഇതൊക്കെ വിലയുണ്ട്. അപ്പൊ ശരി. നല്ല സന്തോഷം. പോവാണോ? പോവാ. എനിക്കുണ്ടോ ഉമ്മ? എനിക്കുണ്ടോ ഉമ്മ? ബലൂണ്ട്. അപ്പം എല്ലാരോടും യാത്ര ഇനിയില്ല. അവരിനി കണ്ടാൽ ചിലപ്പോൾ ഇനിയും വലിയല്ലേ. ഞാൻ പോയി കഴിയുമ്പോൾ വണ്ടി എടുത്ത് പോയി ആ ഹാ ഹാ ഹാ. ഏതാ ഇറക്കേണ്ടത് പിടിച്ചു ഇങ്ങനെ പിടി.
ചെറിയൊരു ബ്രേക്ക് നിർത്തിയാണ് കേട്ടോ. ബ്രേക്ക് ഇനിയുണ്ട് 2 hours ഉണ്ട്. മാമ എടുത്തോ? വീവി അങ്ങോട്ട് ഓടാൻ പറ്റില്ല, ഇങ്ങോട്ട് ഓടും. ഇങ്ങോട്ട് ചെളി ചെളി ചെളി. കയ്യലായി. ബീബി 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 ബീബി. No, 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 no. ആ മതി. പിന്നെ കയ്യെ ചെളിയില്ലേ? അത് ചോറ്